വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. കേരള ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കാണാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നല്ലോ. കേരള ബാങ്ക്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ് ട്രിവാൻഡ്രത്തെ സമുച്ചയത്തിനുള്ളിൽ കാഴ്ചകളാണ്. ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ എങ്ങനെ കണ്ടുപടക്കാം. കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഗ്രീവൻസ് റിഡ്രസൽ സെൽ. ആരാണ്? ശ്രീ റോയ് ടി കെ, നോഡൽ ഓഫീസർ, കസ്റ്റമർ ഗ്രീവൻസ് ആൻഡ് റിഡ്രസൽ സെൽ. ഫോൺ നമ്പർ എത്രയാണ്? 047125472994. കോഓപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ 047124640046. വിജിലൻസ് എല്ലാമാണ് 0471254733. Our business motto for financial 24-25, customer compliance, credit quality. അപ്പോൾ ഭാഗ്യ കാഴ്ചകളിലേക്ക്. യെസ്, ദി കേരള കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൻ്റെ ഹെഡ് ഓഫീസിൻ്റെ വിശേഷങ്ങളാണ് ഇതൊക്കെ. എവിടെയാണ് സ്ഥിതി എന്നറിയണം? നമ്മുടെ മാസ്കറ്റ് ഹോട്ടൽ, ട്രിവാൻഡ്രം മാസ്കറ്റ് ഹോട്ടലിൻ്റെ താഴോട്ടുള്ള വഴി, അതായത് കണ്ടോൺമെൻറ്റ് ഹൗസിന് തൊട്ട് താഴെയായിട്ടാണ്, തൊട്ട് താഴെ നിയറസ്റ്റ് ആ റോഡിന് ഉള്ളിലാണ് നമ്മുടെ കേരള ബാങ്കിൻ്റെ ആസ്ഥാനം. താങ്ക് യു. അപ്പോൾ നല്ല ഫുഡൊക്കെ അടിച്ച് പാക്കപ്പ് ചെയ്യാം. സംഗതി മന്ത്രി വാസവൻ്റെ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രസ് മീറ്റ് കഴിഞ്ഞു. അങ്ങനെ നിങ്ങളെ ഈ സമുച്ചയമൊക്കെ കാണിക്കാമെന്ന് ചോദിച്ചു. ഹെഡ് ഓഫീസ് കേരള ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ്. കാർ പോർച്ച്. നമുക്ക് ആകത്ത് മൊത്തത്തിലത് ഇതേതാണ്? ഓ, ഇതിൻ്റെ താഴെയുള്ളൊരു അത് വേറെ ബിൽഡിംഗ് ആണല്ലേ. ഒരു പള്ളീൻ്റെ വേറെ ബിൽഡിംഗ് ആണേ. എന്തായാലും നമ്പർ 1 കേരള ബാങ്കിൻ്റെ ആസ്ഥാനം ആണ് ഈ കാണുന്ന കാഴ്ചകളൊക്കെ. വിശദീകരിച്ച് പറയിപ്പിച്ച് പെശകുണ്ട്. കാരണം ഫുഡൊക്കെ അടിച്ച് ഒരു ഐഡിയ ഇല്ലാണ്ട് ഇങ്ങനെ എടുത്തപ്പോൾ പറ്റിപ്പോയൊരു പെശകാണ്, ക്ഷമിക്കുക. അപ്പോൾ കേരള ബാങ്ക് ഓഡിറ്റോറിയം ആൻഡ് കോൺഫറൻസ് ഹാൾ ഇതിൻ്റെ താഴെയാണ്. അപ്പോൾ ഇതാണ് ബഹുനില ഓഫീസ് സമുച്ചയം, കേരള ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ്. എവിടെയാണ്? നമ്മുടെ വലത്തോട്ട് പോയാൽ നേരെ പോയാൽ കേരള സ്റ്റേറ്റ് ബാർ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഓഫീസ്, നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ്, കണ്ടോൺമെൻറ്റ് ഇതേ ആ കാണുന്നതാണ്. ഈ ചുറ്റുവട്ടത്ത് നേരെ പോയി കഴിഞ്ഞാൽ മാസ്കറ്റ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തും. SBI ബ്രാഞ്ച് ഇതുണ്ട്, ബെഫ്കോയുടെ ഹെഡ് ഓഫീസ്, അതൊക്കെ ഈ വഴിയാണ്. മാസ്കറ്റ് ഹോട്ടലിൻ്റെ ആ കണ്ടോൺമെൻറ്റ് പോകുന്ന വഴിക്കാണ് ഈ ഓഫീസുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു വിശേഷമായി കാണാം. വിവരണം അത്ര ശരിയായില്ല എന്ന് തോന്നുന്നു, ക്ഷമിക്കുക. എന്നാലും ഈ ബെഫ്കോയുടെ ഓഫീസറൊന്ന് കാണിച്ചു തരാം. എന്തായാലും ഇതുവരെ വന്നതല്ലേ, അപ്പോൾ അതുകൂടെ കണ്ട് ആ കാഴ്ച കണ്ടങ്ങ് പോകാം. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ്റെ ഓഫീസ്. അപ്പോൾ ഈ ലൈനിൽ എന്തൊക്കെ ഓഫീസുണ്ട്? കണ്ടോൺമെൻറ്റ് ഹൗസ്, പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസുണ്ട്. നമ്പർ 1 നമ്മുടെ കേരള ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, ബെഫ്കോയിൻ്റെ ഓഫീസ്, പിന്നെയോ മാസ്കറ്റ് ഹോട്ടൽ, പിന്നെ ഒരു 2 ഓഫീസുകളുണ്ട്. അപ്പുറത്താണ് മാസ്കറ്റ് ഹോട്ടലിൻ്റെ ഓഡിറ്റോറിയം, വലത് സൈഡ് ഈ ആ കാണുന്നത്. ഇതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് മാസ്കറ്റ് ഹോട്ടൽ. പിന്നെ നമ്മളെ കേരളമല്ലേ, കേസും കാര്യമില്ലാത്ത നാട് കാണുമല്ലോ. ഇങ്ങനെ അതിൻ്റെ ഇടേ സൈഡ് അതാണ് കണ്ണുപെടാണ്ടിരിക്കുക, ഇങ്ങനെ ഒരു ബിൽഡിങ്ങും അപ്പുറത്തോട്ട്. ഇതാണ് സംഗതി. ഇവിടെ വേറൊരു ഓഫീസ് ഇവിടെ ഉണ്ടെന്ന് കാണിച്ചു മതിയാക്കാം.
പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ക്യാൻറ്റീനുണ്ട്. അത് ഏതിൻ്റെ ക്യാൻറ്റീൻ? സാധാരണ നോർമൽ ക്യാൻറ്റീൻ. അപ്പോൾ ഇത് നമ്മുടെ KTDCയുടെ ഓഫീസാണ്. ദിസ് വൺ, ഈ കാണുന്നത് KTDC ഓഫീസ്, ബെപ്കോൻ്റെ ഇതാണ്. അപ്പോൾ ഈ വഴി മാസ്കറ്റ് ഹോട്ടലിൻ്റെ നമ്മുടെ അതിൻ്റെ ഓഡിറ്റോറിയം അല്ലേ, എന്താ പറയുക, അതിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ. സെൻട്രൽ റിസർവേഷൻസ് KTDC ഹോട്ടൽ ബുക്കിംഗ് ടൂർ പാക്കേജസിൻ്റെയൊക്കെ ഓഫീസാണ് ഇതേ കാണുന്നത്. ഈ ഓഫീസ് സംബന്ധിച്ച് സാധാരണ മുന്നിൽ നിന്നാണ് എല്ലാവരും വീഡിയോ വാർത്ത, പക്ഷേ ഞാൻ ഈ സംഗതി തലകുത്തിനായി പോയി. എല്ലാം പുറകിൽ നിന്ന് മുന്നിലോട്ടായപ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. നാടൻ ഭക്ഷണശാല ഇവിടെ കിട്ടും. അപ്പോൾ നമ്മൾ നടന്ന് ഇവിടെ എത്തി. മാസ്കറ്റ് ഹോട്ടലിൻ്റെ കൺവെൻഷൻ സെൻറ്റർ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ എത്തുന്നത് ഏതാണ്, നമ്മൾ റോഡിലേക്ക് എത്തി. ഈ സബ് റോഡ് ഇതിനുള്ളിലാണ് ഈ സംഗതി, സബ് റോഡിൻ്റെ ഉള്ളിൽ കണ്ടോൺമെൻറ്റൊക്കെ ഇനി മാസ്കറ്റ് ഹോട്ടലിൻ്റെ സബ് റോഡിൻ്റെ അകത്താണ്. അപ്പോൾ അത് കഴിഞ്ഞ് കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എല്ലാം കഴിഞ്ഞല്ലോ. ഇപ്പം നേരത്തെ നമ്മൾ PMG, വലത്തോട്ട് പോയ PMG, ഇടത്തോട്ട് പോയ പാളയം മ്യൂസിയം, ഇതാണ് സംഗതി. അതോടെ ഒന്ന് കാണിച്ചേക്കും. ഇവിടെ വേറൊരു ഓഫീസുണ്ട്, എന്താണ് EASI, അപ്രൂവ്ഡ് മെയിൻ്റനൻസ് ട്രെയിനിങ് ആൻഡ് എക്സാമിനേഷൻ ഓർഗനൈസേഷൻ്റെ ഓഫീസ് ഈ സംബന്ധിച്ചില്ല. അപ്പോൾ നമ്മൾ കണ്ട് മാസ്കറ്റ് ഹോട്ടലിൻ്റെ മുന്നിലെത്തി. ഇനി അറിയാലോ, നേരെ പോയാൽ PMG, ഇടത്തോട്ട് പോയാൽ പാളയം, അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് പാളയം, നേരെ പോയാൽ മ്യൂസിയം. അതാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ നമ്മുടെ കേരള ബാങ്ക് വിശേഷം തൽക്കാലം രവിയിൽ പരിപാടിയിൽ അവസാനിപ്പിക്കുന്നു. മറ്റൊരു കാഴ്ച വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും ഷാഹി ഇഫക്റ്റിൻ്റെ സി ഓഫ്.